എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്നും ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ ബ്രൗസ് ഫീച്ചർ വഴി യൂട്യൂബ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കിട്ടുന്ന വ്യൂസിനെയാണ് ബ്രൗസ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈറ്റി സ്റ്റുഡിയോയിലെ യൂട്യൂബ് നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വൈറൽ ടാഗ്സ് അയച്ചു തരും. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും എവിടെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്നും ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വൈറൽ ടാഗ്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ബ്രൗസ് ഫീച്ചർ വഴി യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുകയും അതുവഴി നമ്മുടെ വീഡിയോസ് വൈറൽ ആവുകയും ചെയ്യുള്ളൂ. സാധാരണ എല്ലാ യൂട്യൂബേഴ്സിന്റെ അടുത്തും വൈറ്റി സ്റ്റുഡിയോ കാണും. ഒട്ടുമിക്ക ആൾക്കാരും വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, എത്ര വാച്ച് ടൈം ആയി, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ എത്ര വ്യൂസ് ആയി, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നോക്കുന്നത്. അപ്പൊ അതുമാത്രമല്ല, നമുക്ക് വൈറ്റി സ്റ്റുഡിയോക്കകത്ത് ഉപയോഗപ്രദമായ ഒത്തിരി സെറ്റിംഗ്സ് കിട്ടുന്നുണ്ട്. വൈറ്റി സ്റ്റുഡിയോയ്ക്കുള്ളിൽ നമ്മുടെ വീഡിയോ വൈറൽ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ടാഗ്സും കീവേഡ്സും ഒക്കെ യൂട്യൂബ് തന്നെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. പക്ഷെ പലർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ടാഗ്സും കീവേഡ്സും ഒന്നും കൊടുക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ വീഡിയോസ് വൈറൽ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഉപയോഗപ്രദമായ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ വീഡിയോസൊക്കെ കയറി കണ്ട് എന്നെയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് സബ്സ്ക്രൈബേഴ്സ് എത്രയായെന്ന് കാണാം. താഴെയായിട്ട് ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ്, കമ്മ്യൂണിറ്റി, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കാണാം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അനലിറ്റിക്സ് ആണ്. അപ്പോൾ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടന്റ്, ട്രെൻഡ്സ്, ഓവർവ്യൂ, ഓഡിയൻസ്. ട്രെൻഡ്സ് എന്നുള്ളത് യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആണ്. പഴയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻസ്പിറേഷൻ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് കണ്ടന്റ് ആണ്. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇതെല്ലാം കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോസ്. അതിന് താഴെ ബ്രൗസ് ഫ്യൂച്ചർ, സജസ്റ്റഡ് വീഡിയോസ്, അതർ യൂട്യൂബ് ഫ്യൂച്ചേഴ്സ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ ബ്രൗസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മറ്റൊരാളുടെ ഹോം പേജിൽ എത്തുകയും അതുവഴി നമുക്ക് കിട്ടുന്ന വ്യൂസിനെയാണ് ബ്രൗസ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇനി അതിന് താഴെയായിട്ട് സജസ്റ്റഡ് വീഡിയോസ് എന്ന് കാണാം. സജസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേ കണ്ടന്റ് മറ്റു പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഇപ്പം നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് കഴിയും. അപ്പം അതുവഴി കിട്ടുന്ന വ്യൂസിനെയാണ്, ഇതുപോലെ നമ്മുടെ കണ്ടന്റ് മറ്റു പലരുടെ ഹോം പേജിലേക്ക് പോവുകയും അതുവഴി നമുക്ക് കിട്ടുന്ന വ്യൂസിനെയാണ് സജസ്റ്റഡ് വീഡിയോസ് എന്ന് പറയുന്നത്. ഇനി അതർ ഫ്യൂച്ചേഴ്സ്, അത് യൂട്യൂബ് വഴി അല്ലാതെ മറ്റു മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന വ്യൂസിനെയാണ് അതർ ഫ്യൂച്ചേഴ്സിലൂടെ കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത്. ഈ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ കണ്ടന്റ് സജഷൻ എന്ന് കാണാം. വീണ്ടും സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ സൈറ്റ്സ്, ആഡ്സ് എന്നൊക്കെ കാണാം. വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യുക. ഇവിടെ കാണാം യൂട്യൂബ് സെർച്ച് ടാബ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ചാനൽ ഗ്രോ ആകാനും വൈറൽ ആകാനുമുള്ള വൈറൽ ടാഗ്സ് യൂട്യൂബ് തരുന്നത്. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ എത്ര പഴയതാണോ, നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ടാഗാണ് നമുക്ക് യൂട്യൂബ് തരുന്നത്. ഇവിടെ കാണുന്ന ഈ സെർച്ച് ടേംസ് അനുസരിച്ചാണ് യൂട്യൂബ് മറ്റൊരാൾക്ക് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയിൽ ഇതുപോലെ സെർച്ച് ടേംസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതൊരു പേപ്പർ നോട്ട് ചെയ്തു വയ്ക്കുക. ചിലർക്ക് ഒരു 5 എണ്ണം, ചിലർക്ക് 10, ചിലർക്ക് ഒരു 15, ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എനിക്കിവിടെ നോക്കിയാൽ കാണാം, എനിക്ക് ഒത്തിരി സെർച്ച് ടേംസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇതൊക്കെ അനുസരിച്ചായിരിക്കും യൂട്യൂബ് നമുക്ക് സെർച്ച് ടേംസ് ഒക്കെ തരുന്നത്. അപ്പോൾ ആ സെർച്ച് ടേംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എത്ര കീവേഡ്സ് ആണോ കാണാൻ കഴിയുന്നത് അതിൽ ആദ്യത്തെ 15 കീവേഡ്സ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ബാക്ക് പോവുക, കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണ് നമ്മൾ എഴുതി വെച്ച കീവേഡ്സും ടാഗ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ
നമ്മുടെ വൈറൽ ടാഗ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ ആദ്യം ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള കീവേഡ്സ് ഇവിടെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടാഗ്സ് ഓരോന്നായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കീവേഡ്സും ടാഗ്സും ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോവാം. ഇനി താഴെയായിട്ട് 2 ഓപ്ഷൻസ് കാണാം, ടാഗ്സ്, വീഡിയോസ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ ഏറ്റവും മുകളിലായിട്ട് ടാഗ്സ്, അവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ട കീവേഡ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ്, വീഡിയോസ്, അതുപോലെ നമ്മുടെ ചാനലിന്റെ പേര്, ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടാഗ്സ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കീവേഡ്സും ടാഗ്സും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോവാം, സേവ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ കൂടുതലും ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ YT സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ വൈറൽ ടാഗ്സ് സെർച്ച് ചെയ്യുക. ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിലും ടാഗ്സിലും ഒക്കെ ഈ വൈറൽ ടാഗ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഞാൻ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ 100% നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന വ്യൂസിനേക്കാളും 2 ഇരട്ടി വ്യൂസ് നമുക്ക് കിട്ടാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ വൈറൽ ടാഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഷോർട്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് മാക്സിമം അറിയാന്നുള്ളതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.